ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു ടോപ്പിക് അല്ല, നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സീക്രട്ടിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ലോകത്തിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ അതിരാവിലെ, അതായത് പുലർച്ചെ 3:30-നും 4 മണിക്കും ഒക്കെ എഴുന്നേൽക്കുന്നവരാണ്. എന്തായിരിക്കും ഇത്ര നേരത്തെ അവർ ഉണരുന്നത്? വെറുതെ 1 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുന്നതാണോ ഈ വിജയത്തിന്റെ രഹസ്യം? അതോ ഇതിന് പിന്നിൽ നമ്മൾ അറിയാത്ത എന്തെങ്കിലും വലിയ രഹസ്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് കണ്ടെത്താൻ പോകുന്നത്. നിങ്ങൾ റെഡിയല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് വിജയിച്ച എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് അവരുടെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം. അതെങ്ങനെ ഉപയോഗിക്കണമെന്നും അവർക്കറിയാം. അതിരാവിലെ നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം വളരെ മികച്ച നിലയിലായിരിക്കും. ഇതൊരു മാന്ത്രിക സമയമാണെന്ന് പറയാം. നമ്മുടെ ബ്രെയിൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മുടെ ബ്രെയിൻ നിരന്തരം ചെറിയ ഇലക്ട്രിക്കൽ പാറ്റേൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഉണർന്നിരിക്കുന്ന ഈ സമയം നിങ്ങളുടെ തലച്ചോർ ഏകദേശം 10.5 ഹെർട്സ് വേഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അതായത് 1 സെക്കൻഡിൽ 10.5 തവണ നിങ്ങളുടെ തലച്ചോറിൽ നിന്നും ഇലക്ട്രിക്കൽ പൾസുകൾ പുറത്തുവരും. സയന്റിസ്റ്റ് പറയുന്നതിനനുസരിച്ച് 8 മുതൽ 13 ഹെർട്സ് വരെയുള്ള ഈ അവസ്ഥയെ ആൽഫ സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത്. സൈക്കോളജിസ്റ്റ് ഇതിനെ ഉപബോധ മനസ്സിലേക്കുള്ള വാതിൽ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങൾ ഈ അതിരാവിലെ, അതായത് പുലർച്ചെ 3:30-നും 4 മണിക്കും ഇടയിൽ ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും. ഇത് തീറ്റ എന്ന അവസ്ഥയ്ക്കും ആൽഫ എന്ന അവസ്ഥയ്ക്കും ഇടയിലുള്ള ഒരു മനോഹരമായ സ്പേസ് ആണ്. ഈ അവസ്ഥയിൽ നമ്മുടെ മനസ്സിന് വളരെ ആഴത്തിലുള്ള കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാകും. അനായാസമായി കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശാന്തമായ മനസ്സോടെ ഇരിക്കാനും ഈ സമയം നമ്മളെ സഹായിക്കും. ലളിതമായി പറഞ്ഞാൽ, ഈ സമയത്ത് നിങ്ങൾക്ക് അധികം പ്രയത്നമില്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാനും വെറുതെ ശാന്തമായ ആ നിമിഷത്തിൽ ലയിച്ചു ചേരാനും കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ഇതിനൊന്നും നമ്മൾ അമിതമായി എഫേർട്ട് എടുക്കേണ്ടി വരില്ല. നമ്മുടെ മൈൻഡ് വളരെ ശാന്തമായിരിക്കും. ലളിതമായി പറഞ്ഞാൽ, ഈ സമയത്ത് നിങ്ങൾ വെറുതെ ഒന്ന് റിലാക്സ് ചെയ്താൽ മതി. ആ നിമിഷത്തിലേക്ക് അങ്ങ് ലയിച്ചു ചേരും. നിങ്ങൾക്ക് കാര്യങ്ങൾക്കായിട്ട് അമിതമായി കഷ്ടപ്പെടേണ്ടി വരില്ല. ഒരു പുഴ ഒഴുകുന്ന ലാഘവത്തോടെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരുതരം സൂപ്പർ ഹ്യൂമൻ അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ചെറിയ കാര്യമല്ല കൂട്ടുകാരെ. നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേക അവസ്ഥയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ പുലർച്ചെ ഉണരുന്നത്. സാധാരണ ദിവസങ്ങളിൽ നമുക്ക് പല ചിന്തകളും ഉണ്ടാകും. ഇന്നലെ നടന്നത്, നാളെ ചെയ്യാനുള്ളത്, സ്ട്രെസ്, ടെൻഷൻസ്, ഇതൊന്നും ഈ സമയത്ത് നമ്മുടെ മൈൻഡിനെ അലട്ടാറില്ല. ഇനി ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം അറിയാവുന്ന മറ്റൊരു പ്രധാന സത്യമുണ്ട്. നിങ്ങൾ രാവിലെ ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയമായിരിക്കും. ഒരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ. ഈ സമയത്ത് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും നമ്മുടെ മനസ്സ് വളരെ വേഗത്തിൽ ഉൾക്കൊള്ളും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റതിന് ശേഷം ആദ്യത്തെ 20 മിനിറ്റ് നിങ്ങൾ എന്തൊക്കെ കാണുന്നു, കേൾക്കുന്നു, അല്ലെങ്കിൽ എന്തിനൊക്കെ വിധേയമാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ദിവസത്തിന്റെ മുഴുവൻ സ്വഭാവവും. ഇതുകൊണ്ടാണ് വലിയ വിജയം നേടിയവർ രാവിലെ എഴുന്നേറ്റയുടൻ മെഡിറ്റേഷൻ ചെയ്യുന്നത്. അവർ നല്ല നല്ല വാക്കുകൾ, അതായത് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കേൾക്കും. എനിക്കിന്ന് നല്ലൊരു ദിവസമായിരിക്കും, എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയും. അവർ രാവിലെ സോഷ്യൽ മീഡിയയും ഇമെയിലും ഒന്നും നോക്കാറില്ല. കാരണം രാവിലെ ആദ്യം കാണുന്ന ഒരു നെഗറ്റീവ് വാർത്ത അവരുടെ ദിവസത്തെ മൊത്തത്തിൽ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ ദിവസത്തെ ലക്ഷ്യബോധത്തോടെയും പോസിറ്റീവായും സജ്ജീകരിക്കാൻ അവർ ബോധപൂർവം ശ്രമിക്കും. അവർ ശ്രദ്ധ വ്യതിചലിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറും. ഇങ്ങനെ അതിരാവിലെ ഉണരുന്നവർ നേരത്തെ ഉറങ്ങാൻ കിടക്കുകയും ഓരോ ദിവസത്തെയും അതിരാവിലെയുള്ള സമയത്തെ അവരുടെ വിജയത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ പൂർവികരും പിന്തുടരുന്ന ഒരു രീതിയാണല്ലേ. പഴമക്കാർ പറയാറില്ലേ, അതിരാവിലെ എഴുന്നേൽക്കുന്നത് ഐശ്വര്യം വരുമെന്ന്. അത് വെറുതെ പറയുന്ന ഒന്നല്ല കേട്ടോ. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഇത്ര നേരത്തെ ഉറങ്ങാൻ പോകുന്നത്?
രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണി വരെയുള്ള സമയത്താണ് നമുക്ക് ഏറ്റവും മികച്ചതും ശരീരത്തിന് ഉന്മേഷം നൽകുന്നതുമായ ഗാഢനിദ്ര ലഭിക്കുന്നത്. ഇതിനെ റീജനറേറ്റീവ് സ്ലീപ്പ് എന്ന് പറയാം. നമ്മുടെ ശരീരം സ്വയം നന്നാക്കിയെടുക്കുന്ന സമയമാണിത്. പുലർച്ചെ 2 മണിക്ക് ശേഷം ലഭിക്കുന്ന ഉറക്കത്തിന് നമുക്ക് ആവശ്യമുള്ള അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. അതായത് ഒരുപാട് ആഴമുള്ള ഉറക്കം നമുക്ക് ലഭിക്കില്ല ആ സമയത്ത്. അതുകൊണ്ട് രാത്രി 10 മണിക്കും 2 മണിക്കും ഇടയിലുള്ള ഈ റീജനറേറ്റീവ് സ്ലീപ്പ് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ രാവിലെ ഉണരുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പോയതിനേക്കാൾ കൂടുതൽ ക്ഷീണമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ക്ഷീണം കൂടി എന്ന് നമ്മൾ പറയാറില്ലേ? അതിൻ്റെ കാരണം ഇതാണ്. നമ്മുടെ ശരീരം ഈ ഡേ നൈറ്റ് സൈക്കിളുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിച്ച് 1-2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ മെലാറ്റോണിൻ എന്നൊരു ഹോർമോണിൻ്റെ അളവ് കൂടാൻ തുടങ്ങുന്നത്. ഈ ഹോർമോണാണ് നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ഉറങ്ങാൻ സമയമായി എന്ന് സൂചന നൽകുന്നു. അർദ്ധരാത്രിയോടെ ഈ മെലാറ്റോണിൻ്റെ അളവ് ഏറ്റവും ഉയർന്ന നിലയിലെത്തുകയും അതിനുശേഷം ക്രമേണ കുറയാൻ തുടങ്ങുകയും ചെയ്യും. കൃത്യം രാത്രി 10 മണിയോടെ ഈ മെലാറ്റോണിൻ്റെ അളവ് കൂടുന്നത് മൂലം നമ്മുടെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങും. ഉറക്കചക്രത്തിലെ ഈ സമയത്ത് ശരീരത്തിൽ ഒരുതരം മെറ്റാബോളിക് ആക്ടിവിറ്റി നടക്കും. ഇത് നമ്മുടെ ശരീരം മുഴുവൻ നന്നാക്കുന്നതിനും പുതിയ കോശങ്ങളെ ഉണ്ടാക്കുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനും സഹായിക്കുന്നു. ഈ രാത്രി 10 മണിയിലെ മാറ്റം നടക്കണമെങ്കിൽ നമ്മുടെ ശരീരം സാവധാനത്തിലായിരിക്കണം. അതായത് നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറയ്ക്കണം. എങ്കിൽ മാത്രമേ ശരീരത്തിന് ഈ പ്രക്രിയകൾ നന്നായി പൂർത്തീകരിക്കാൻ സഹായിക്കൂ. നിങ്ങൾ രാത്രി 10 മണിക്ക് ഉണർന്നിരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക പ്രതിഭാസം നടക്കുന്നുണ്ട് ഈ സമയത്ത്. ഇതിനെ സെക്കൻഡ് വിൻഡ് എന്നാണ് പറയുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്നൊരു എനർജി വന്നതുപോലെ തോന്നും. ചിലപ്പോൾ നമുക്ക് നേരത്തെ ഉറക്കം വന്നവർക്ക് പോലും ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട് ഒന്ന് ഫ്രഷ് ആയ പോലെയൊക്കെ തോന്നും ഈ ടൈമിൽ. ഇത് സംഭവിക്കുന്നത് രാത്രി 10 മണിയോടെ നിങ്ങളുടെ സിസ്റ്റത്തിൽ മാനസികമായ പ്രവർത്തനങ്ങളും എനർജിയും വർദ്ധിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഒരു സത്യം പറയട്ടെ, ഈ സെക്കൻഡ് വിൻഡിൻ്റെ യഥാർത്ഥ ഗുണം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ രാത്രി 10 മണിക്ക് ഉറങ്ങുകയാണെങ്കിൽ മാത്രമേ സാധിക്കൂ. അല്ലാത്ത പക്ഷം ഈ ഊർജം വെറുതെ നഷ്ടപ്പെട്ടു പോകും. പഠനങ്ങൾ പറയുന്നത് രാത്രി 10 മണിക്ക് ശേഷം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. മാത്രമല്ല, ഉന്മേഷം നൽകുന്ന നല്ല ഉറക്കം ലഭിക്കാതെ വരികയും രാവിലെ ഉണരുമ്പോൾ കാര്യമായ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ദിവസത്തെ ആകെ തളർത്തിക്കളയും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നൊരു സിനിമയൊക്കെ കണ്ട് പതിയെ കിടന്നുറങ്ങാമെന്ന്. പക്ഷെ അതിൻ്റെ ദോഷവശങ്ങൾ നമ്മൾ അറിയുന്നില്ല. ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റങ്ങൾ വരുത്തും. നിങ്ങളുടെ ഉറങ്ങുന്ന സമയം രാത്രി 11 മണിയിൽ നിന്നും 10 മണിയിലേക്ക് മാറ്റുന്നത് പോലും നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. നിങ്ങൾ രാവിലെ കൂടുതൽ ഉന്മേഷത്തോടെയും ഊർജ്ജസ്വലമായിട്ടും ഉണരും. ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് അതിൻ്റെ സ്വാഭാവികമായ മാറ്റങ്ങളിലൂടെ കടന്നു പോകാൻ നിങ്ങൾ അനുവദിക്കുന്നത് കൊണ്ടും 10 മണിക്ക് മുൻപുള്ള ആ മാന്ത്രിക സമയത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതും കൊണ്ടാണ്. കൂടാതെ രാത്രി 10 മണിയോടെ സ്വാഭാവികമായി നടക്കുന്ന ശരീരത്തിലെ മെറ്റാബോളിക് മാറ്റങ്ങളും നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും. നിങ്ങൾ സാധാരണയായി രാത്രി 10 മണിക്ക് ശേഷമാണ് ഉറങ്ങുന്നതെങ്കിൽ ഈ ശീലം മാറ്റുന്നതിനെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കണം. ഒരു ലക്ഷ്യം വെക്കുക. ഓരോ ആഴ്ചയും 15 മുതൽ 30 മിനിറ്റ് നേരത്തെ ഉറങ്ങാൻ കിടക്കുക എന്ന ലക്ഷ്യം വെക്കുക. അങ്ങനെ പടിപടിയായി 10 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്ന ശീലം നേടാൻ ശ്രമിക്കുക. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്കത് തീർച്ചയായിട്ടും സാധിക്കും. ഇനി അതിരാവിലെയുള്ള ദിനചര്യയിലേക്ക് വരാം. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ദിവസത്തിലെ ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഉപയോഗപ്പെടുത്താൻ തിരഞ്ഞെടുക്കുന്നു. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഏതൊരു ചെറിയ സന്തോഷത്തെക്കാളും അല്ലെങ്കിൽ സുഖപ്രദമായ കിടക്കയേക്കാളും വലുതാണ്. രാവിലെ എഴുന്നേൽക്കാതിരുന്നാൽ കിട്ടുന്ന ആ സുഖത്തേക്കാൾ വലുതാണ് അവരുടെ സ്വപ്നങ്ങൾ. അത് രാവിലെ ഉണരുന്ന ഈ ശീലം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഒരു ശക്തവും സ്ഥിരവുമായിട്ടുള്ള ദിനചര്യ എങ്ങനെ ഒരു വിജയകരമായ ജീവിതത്തെ പിന്തുണയ്ക്കുന്നു എന്ന് അവർക്ക് നന്നായി അറിയാം. നമ്മുടെ ബ്രെയിന് അതിൻ്റെ പരമാവധി കഴിവ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അതൊറ്റ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ, അതായത് മൾട്ടി ടാസ്കിങ്, തലച്ചോറിൻ്റെ കാര്യക്ഷമത കുറയും.
നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഗുണനിലവാരം നമ്മുടെ ശ്രദ്ധയുടെ നിലവാരത്തെ ആശ്രയിച്ചിരിക്കും. യാതൊരു ശല്യങ്ങളോ ശബ്ദങ്ങളോ ഇല്ലാത്തപ്പോൾ നമ്മുടെ ബ്രെയിന് ഒരു പ്രത്യേക കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വലിയ കഴിവുണ്ട്. അതുവഴി ചെയ്യുന്ന ജോലിയുടെ ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും. അതായത് ഒരു ബാലൻസ് സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ അതിരാവിലെയുള്ള ഏകാന്തമായ ആ സമയം തങ്ങളുടെ തലച്ചോറിൻ്റെ കഴിവും പ്രവർത്തനവും പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ഈ സമയം അവർക്ക് വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും അവരുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള ശാന്തവും സമാധാനപരവുമായ ആ സമയം നിങ്ങൾക്ക് സ്വയം ശ്രദ്ധിക്കാൻ ആവശ്യമായ അന്തരീക്ഷം ഒരുക്കുന്നു. ഇത് സാധാരണയായി തിരക്കു പിടിച്ച പകൽ സമയങ്ങളിൽ സാധിക്കാറില്ല. ഈ എനിക്ക് വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾക്ക് ദിവസത്തെ വിജയകരമായി നേരിടാൻ ആവശ്യമായതെല്ലാം നൽകാൻ സഹായിക്കും. ഇത് സ്വയം പരിപാലിക്കാനുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സുവർണാവസരമാണ്. അലാറം അടിക്കുമ്പോൾ നിങ്ങളൊരു തടസ്സത്തെയാണ് നേരിടുന്നത്. ആ തടസ്സത്തെ മറികടക്കണോ അതോ അതിൽ തട്ടി വീഴണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മറ്റെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് തിളങ്ങാനുള്ള നിങ്ങളുടെ സമയമാണിത്. നിങ്ങളുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് പുറത്തു വരാനുള്ള സമയമാണിത്. അതിരാവിലെയുള്ള മണിക്കൂറുകൾ, ആ നിമിഷങ്ങൾ ആരുടെയും ശല്യമില്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കാനുള്ള സമയമാണ്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും യഥാർത്ഥത്തിൽ എന്താണ് പ്രാധാന്യമുള്ളത് എന്ന് തിരിച്ചറിയാനും കഴിയുന്ന സമയമാണ്. ഈ ജീവിതം വാഗ്ദാനം ചെയ്യുന്ന യഥാർത്ഥ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ തടഞ്ഞ ആ പഴയതും സങ്കുചിതവുമായ ചിന്തകളെ മറികടക്കാൻ കഴിയുന്ന സമയമാണിത്. ഓർക്കുക, എല്ലാം നിങ്ങളിലാണ്. നിങ്ങളുടെ ജീവിതം എങ്ങനെ ചിലവഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ ദിവസം എപ്പോൾ തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്